ഒന്ന് വേഗം ആകട്ടെ കേശവൻകുട്ടി. മാർട്ടിൻ, അത് താങ്കൾ പരാതിയിൽ പറയുന്നത് എന്താണ്? രതിനിർവേദം, പാലേരി മാണിക്യം സിനിമ, പ്രതിയുടെ പരസ്യം ചിത്രീകരിച്ച കളിമണ്ണ് തുടങ്ങിയ സിനിമകളിലെ ഈ വൾഗറായ വീഡിയോകൾ ഉപയോഗിച്ച് അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന രീതിയിൽ എന്നൊക്കെ പറയുകയാണ്. ഇതൊക്കെ സിനിമകളാണ്, ഇത് അവരുടെ സിനിമകളാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ സിനിമകളാണ്. അത് താങ്കൾ ഈ പറയുന്നത് പോലെ അശ്ലീല വെബ്സൈറ്റ് ഗണത്തിൽ പെടുന്ന സിനിമകളെയല്ല. അത് രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ. സെൻട്രൽ ജയില് എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ. അതായത് ഞാൻ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. അതായത് ഈ പാലേരി മാണിക്യം അല്ലെ കളിമണ്ണ് അതുപോലുള്ള സിനിമകൾ അത് സെൻസർ ബോർഡ് അംഗീകരിച്ച് പബ്ലിഷ് ചെയ്തിരിക്കുന്ന സിനിമകളാണ്. ആ സിനിമകളിലെ ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അല്ലല്ല, അതിന് ശ്വേത ഉത്തരവാദിയാണോ? അതിന് ഉത്തരവാദിയാണോ എന്നുള്ളത് ഇനി അവരാണ് പറയേണ്ടത്. കാരണം അതെങ്ങനെയാണ് ശരിയോ? താങ്കളല്ലേ പറയുന്നത്? അല്ല ശ്രീ മാർട്ടിൻ മേനാച്ചേരി, ഇപ്പോ ഇത് ഒരു സിനിമയിൽ അവർ അഭിനയിക്കുന്നു. അതിന് അഭിനയിക്കുന്നത് ആ സിനിമയ്ക്ക് ഒരു പ്രമേയം, താങ്കൾക്കറിയാവുന്ന ആ സിനിമയ്ക്ക് ഒരു പ്രമേയം ഉണ്ടാകും, അതിനൊരു സംവിധായകൻ ഉണ്ടാകും, ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകും. ആ സംവിധായകൻ പറയും പ്രകാരം ആ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിൽ അവർ അഭിനയിക്കുന്നു. അഭിനയിച്ച ശേഷം അവരുടെ ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികളെടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക ശ്രീ മാർട്ടിൻ മേനാച്ചേരി? അപ്പോൾ അതായത് 1999 ഇവർ കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിന് ഇവരൊരു ഇൻ്റർവ്യൂ, അന്ന് ഈ ശ്വേതാ മേനോൻ അത്ര പ്രസക്തിയായിട്ടുള്ള ആളൊന്നുമല്ല, പ്രശസ്തിയൊന്നും നേടാത്ത ഒരാളാണ്. അന്ന് ആ ഒരു പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ ഞാൻ വളരെ ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഒരു വുമണാണെന്നും പൈസ കിട്ടിക്കഴിഞ്ഞാൽ സെക്സിന് വേണ്ടി ഏത് വീഡിയോസും ഞാൻ ചെയ്യുമെന്നും എന്നുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ട് ഇത് സിനിമയാണ് അല്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. താങ്കളുടെ പരാതിക്ക് ആധാരം സിനിമയാണ്, അതല്ലാതെ പരാതിക്ക് ആധാരം സിനിമകൾ മാത്രമാണ്. താങ്കൾ കൂടെ പരാതിയിലൊക്കെ സെക്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാ? സെക്സ് വേറെയാണ്, സിനിമ വേറെയാണ്. വൺ സെക്കൻഡ്. അതായത് ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അഭിമുഖമാണ് ഞാൻ പറഞ്ഞത്. ആ പത്രത്തിന് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ ഇവര് വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന്. രണ്ടാമത് ഇവര് ഈ കോണ്ടം മറ്റേ കാമസൂത്ര അഭിനയിച്ച ഒരു വീഡിയോ, അത് ഏകദേശം 30 കോടിയിലോളം ആളുകൾ കണ്ടിട്ടുണ്ടെന്നും എന്റെ ഈ വീഡിയോ പോൺ സൈറ്റ് ഞാൻ പറഞ്ഞത് ഗർഭനിരോധന ഉറയുടെ പരസ്യത്തിൽ അഭിനയിച്ചുകൂടാന്ന് രാജ്യത്ത് നിയമമില്ല. ആ പരസ്യങ്ങൾക്കും നിയമവിധേയമായി മാത്രമേ പരസ്യങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. പരസ്യത്തിൽ അവർ അഭിനയിച്ചു. അതൊക്കെ താങ്കൾക്ക് ഇപ്പോൾ സെക്സ് ആണെന്ന് തോന്നുന്ന കാര്യം എന്താണ് മാറ്റി? താങ്കളുടെ പ്രശ്നം എന്താണ്? അല്ല, ഞാൻ അതിലേക്കാണ് പറഞ്ഞു വരുന്നത്. അതായത് അവര് ഈ പോൺ സൈറ്റിൽ എന്റെ വീഡിയോ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. ഏത് പോൺ സൈറ്റ് ആണ്? അപ്പൊ അതിനുശേഷം നിങ്ങള് ഈ എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. പൊന്നു മാർട്ടിനെ, ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? ആരും അറിയില്ല മല്ലയ്യ. അതെന്തിനാണ് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതായത് പ്രായപൂർത്തിയാകാത്ത 2 പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യും, ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താ അറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീല ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്ന എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം? മാർട്ടിൻ മേനാച്ചേരി, പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞു, ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികൾ ഇത് കണ്ടത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്തത്. അപ്പോൾ ആ ചെക്ക് ചെയ്തപ്പോഴാണ് ഈ സംഭവങ്ങൾ, ഈ ശ്വേതാ മേനോനെ കുറിച്ചുള്ള സംഭവങ്ങൾ ഞാൻ കണ്ടതും ബന്ധപ്പെട്ട ഞാൻ വക്കീലുമായിട്ട് അതായത് ഈ ഹോട്ടസ്റ്റ് വീഡിയോ, ഈ ശ്വേതാ മേനോന്റെ ഇത്തരത്തിലുള്ള താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ, വിട്ടേക്ക്.
ഞാൻ ചോദിക്കുന്നത് രാജ്യത്ത് ബാൻഡായി ഈ പോൺ സൈറ്റുകൾ താങ്കൾക്ക് എങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്? താങ്കൾക്ക് എങ്ങനെയാണ് തുറന്നു നോക്കാൻ പറ്റുന്നത്? താങ്കൾ ഒരു കുന്ന് ഇത്തരം വെബ്സൈറ്റുകൾ നാലാംകിട അറപ്പളവാക്കുന്ന വെബ്സൈറ്റുകൾ താങ്കൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 20 വെബ്സൈറ്റ് താങ്കൾ കൊടുത്തേക്കുക. അപ്പോൾ ഒരു ശക്കല കുഴപ്പമുണ്ട്. താങ്കളൊക്കെ കുത്തിയിരുന്ന് കണ്ടോ? അതെ, കുത്തി ഇരുന്ന് കണ്ടതല്ല. ഞാൻ വളരെ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞല്ലോ. 2 പ്രായപൂർത്തിയാവാത്ത 2 കുട്ടികൾ ഇത് ഫോണിൽ കണ്ടു എന്ന് ഞാൻ അവർ നോക്കുന്നത് ഞാൻ കണ്ടപ്പോഴാണ്. പ്രായപൂർത്തിയാവാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? അല്ല, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഫോണിൽ കണ്ട എന്താ? ഈ ശ്വേതാ മേനോന്റെ ഈ ഒരു വീഡിയോ ആണ് ഇതിനകത്തുള്ള വീഡിയോകളാണ് ഞാൻ കാണുന്നത്. ഏത് വീഡിയോ ആണ്? ഈ സൈറ്റുകളിൽ കാണുന്ന വീഡിയോ. അതെന്താണ്? താങ്കൾ കണ്ടാണല്ലോ. എന്ത് വീഡിയോ വരുന്നത്? അതെങ്ങനെ നമുക്ക് എങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റും? അതെനിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പബ്ലിക്കായിട്ട്? അല്ല, താങ്കൾ പറഞ്ഞാണ് കളിമണ്ണ് സിനിമ, ഈ പറയുന്ന എന്താണ് പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ തുടങ്ങിയ സിനിമകളാണ് താങ്കൾ പറയുന്നത്. അതല്ലേ? അത് പറഞ്ഞാൽ എന്താ? അത് അതിനകത്ത് പാലേരി മാണിക്യം അല്ലെങ്കിൽ അതെ, അതിലൊക്കെ ഈ സെൻസർ ബോർഡ് കട്ട് ചെയ്തിരിക്കുന്ന പല ഭാഗങ്ങളും അത് വേറെ രീതിയിൽ ചിത്രീകരിച്ച് ഫോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഒന്നും ലഭ്യമല്ല. ഏത് ഫോൺ സൈറ്റിലാണ് അത് ലഭ്യം? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. നിങ്ങൾക്ക് ഞാൻ ഇത് കൊടുത്തിരിക്കുന്ന പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇല്ല, പരാതി കൊടുത്തിരിക്കുന്ന സൈറ്റുകൾ മൊത്തം രാജ്യത്ത് ബാൻഡ് സൈറ്റുകളാണ്. ബാൻഡ് സൈറ്റുകളാണ്. ഈ സാധനമാണ് ഞാൻ താങ്കൾക്ക് കിട്ടി. ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് കൊടുത്തിരിക്കുന്നത്. അല്ല, ശ്രീ മാർട്ടിൻ മേനാച്ചേരി, രാജ്യത്ത് ബാൻഡ് ആയിട്ടുള്ള നമുക്കൊന്നും തുറന്നാൽ കിട്ടാത്ത സാധനം താങ്കൾക്ക് എങ്ങനെയാണ് തുറന്ന് അതിന്റെ ലിങ്ക് മൊത്തം കോപ്പി ചെയ്ത് കോടതി കൊടുക്കാൻ പറ്റുന്നേ? ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് ഇത് ചെക്ക് ചെയ്താൽ ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞു ഈ സാധനം ഞാൻ ഇത് ചെക്ക് ചെയ്തു. നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് സാധനം ചെക്ക് ചെയ്തത് ഇത് ഓപ്പൺ ആക്കാൻ പറ്റുന്നത് നിങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഓപ്പൺ പറ്റുന്നില്ലെന്ന് ഞാൻ പറയുന്നത്. കാര്യം എന്താ? രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകളാ ഈ പറയുന്ന എന്താണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നു കരുതി രാജ്യത്ത് ബാൻഡ് വെബ്സൈറ്റുകൾ താങ്കൾക്ക് ഈ പറയുന്ന 10-30 എണ്ണം. അപ്പൊ താങ്കൾ സ്ഥിരം പോൺ വെബ്സൈറ്റുകളുടെ ആരാധകനാണോ ശ്രീ മാർട്ടിൻ മേനാച്ചേരി? ഇനി നീ എങ്ങാനും അങ്ങനെയാണെങ്കിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. ഏതെങ്കിലും സൈക്കോളജിസ്റ്റിനെ കാണണം. ഹാഷ്മി, ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പറയുന്ന വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്തു പോകരുത്. അതായത് ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, 2 കുട്ടികൾ, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ഇത്തരം ഒരു സൈറ്റ് കാണുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഇതിനെ ഫോളോ അപ്പ് ചെയ്തത്. ഇതിനെ ഫോളോ അപ്പ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ശ്വേതാ മേനോൻ ഈ സംഭവത്തിൻ്റെ ഈ ലിങ്ക് ഞാൻ അടിച്ചു നോക്കിയപ്പോൾ ഇങ്ങനെ ഇത്രയും വളരെയായിട്ട് സംഭവം കാണുകയും ഞാൻ ഈ ബന്ധപ്പെട്ട ഞാൻ ഒരു നിയമവിദഗ്ധരുമായിട്ട് സംസാരിച്ചതിന് ശേഷമാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത്. അല്ല, ഞാനിത് കണ്ടുകൊണ്ട് നിന്നു എന്നതല്ല ഞാൻ പറഞ്ഞത്. അല്ല, താങ്കൾ ഒരു കുന്ന് വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ. താങ്കൾ ഒരു കുന്ന് ഈ പറയുന്ന 4-ാം ഈ ബ്ലൂ വെബ്സൈറ്റ് കൊടുത്തേക്കാം താങ്കൾ. അപ്പൊ താങ്കൾ ഇത് മൊത്തം തുറന്നു കണ്ടു. അത് അത്ര സാധനം സാർ, താങ്കൾ ഇത് മൊത്തം തുറന്നു കണ്ടെങ്കിൽ താങ്കൾ എന്തോ ഈ പറഞ്ഞ പോൺ വെബ്സൈറ്റിന്റെ അഡിക്ഷൻ താങ്കൾക്കുണ്ട്. താങ്കൾ ചികിത്സിക്കണം. അത് വലിയ പ്രശ്നമാണത്. വേണ്ട, നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ അത് എന്നോട് വേണ്ട. നിന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. ഹാഷ്മി, ഞാൻ പറയുന്ന വിഷയത്തിൽ നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോകരുത്. ഞാൻ പറയുന്നത് എന്താണ്? ഞാൻ പറഞ്ഞത് ഈ 2 കുട്ടികൾ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ അവരുടെ ഫോണിൽ നിന്ന് ഈ സാധനം മേടിച്ചിട്ട് ഞാൻ ഈ ലിങ്ക് അടിച്ച് ഈ സംഭവം നോക്കുമ്പോൾ ഈ വെബ്സൈറ്റുകളുടെ ഒരു നീണ്ട നിരയാണ് കാണുന്നത്. ഞാൻ അതിൻ്റെ ലാപ്ടോപ്പിൽ വെച്ചിട്ട് ഈ സാധനം ടൈപ്പ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ഈ നീണ്ട നിരയാണ് കാണുന്നത്. ഞാൻ ഹൈക്കോടതിയുടെ പരിസരത്ത് വെച്ചാണ് ഈ സാധനം കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ബന്ധപ്പെട്ട ഒരു നിയമ വിദഗ്ധൻ താങ്കൾ ഈ പരാതിയിൽ പറയുന്നൊന്നും അല്ലല്ലോ. താങ്കൾ ഈ പരാതിയിൽ പറയുന്നത് കുട്ടികൾ കണ്ട കാര്യമൊന്നുമല്ലോ. അതായത് കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ കൊടുത്ത് സെക്സ് വ്യാപാരം നടത്തുന്നതിന് എന്ത് സെക്സ് വ്യാപാരം ആര് നടത്തി? ഏത് കുട്ടികളുടെ നഗ്നമായ ഫോട്ടോ ആരയച്ചു എന്നാണ് താങ്കൾ പറയുന്നത്? അപ്പം ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കട്ടെ. താങ്കളുടെ ഒരു മോശമായ രീതിയിലുള്ള ഒരു പിക്ചർ ഒരു സൈറ്റിലുണ്ട് എന്നറിഞ്ഞാൽ താങ്കൾ നടപടി എടുക്കില്ലയോ? അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ. അല്ല, മാർട്ടിൻ മേനാച്ചേരി, എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം കൊച്ചിയിലെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളടക്കം നഗ്നമായ ഫോട്ടോ എവിടെ ആര് കൊടുത്തു? ആര് സെക്സ് വ്യാപാരം നടത്തി? കുറെ ഉടായ്പ നിറച്ചൊരു പരാതി കൊടുക്കുക കോടതിയിൽ അല്ലേ? എന്നിട്ട് കോടതിയെ ദുരുപയോഗം ചെയ്യാം താങ്കൾ അല്ലേ മാർട്ടിൻ മേനാച്ചേരി? മര്യാദയോടല്ലേ അത്? അങ്ങനെയല്ലോ ഹാഷ്മി. പിന്നെന്താ? ഹാഷ്മി, ഞാൻ ചോദിച്ചതിന് ഉത്തരം അല്ലല്ലോ നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിച്ച ഉത്തരം പറ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി. ഏത് കുട്ടികളുടെ ഏത് സെക്സ് വ്യാപാരം ആരെവിടെ നടത്തി? പോലീസ് ഇട്ടേക്കുന്ന എന്താ വകുപ്പ് എന്താ? ഇമ്മോറൽ ട്രാഫിക്. എന്താ നടക്കുന്നത് മാർട്ടിൻ? നിങ്ങൾ ആ സൈറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞു. ആ സൈറ്റിൽ എന്താ ഉള്ളേ? ആണോ? ഞാൻ ആ സൈറ്റ് കണ്ടില്ല. എന്താ ഉള്ളതെന്നുള്ളത് ആ സൈറ്റ് തുറന്നു നോക്കാൻ പറ്റുന്നില്ല എനിക്ക്. ബാൻഡ് രാജ്യത്ത് ബാൻഡ് എനിക്ക് എന്നെ പോലെ സാധാരണ പരമാവധി തുറക്കാൻ പറ്റത്തില്ല. താങ്കളെ പോലുള്ളവർക്ക് മാത്രം തുറന്നു കിട്ടുന്ന സൈറ്റുകളൊക്കെ. എനിക്ക് തുറന്നു കിട്ടി. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇതെങ്ങനെയാണ് കണ്ടെന്നുള്ള വളരെ വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞു. ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറഞ്ഞില്ല. നിങ്ങളുടെ ഒരു വീഡിയോ, നിങ്ങളുടെ ഒരു ഫോട്ടോ, 1 സെക്കൻഡ്, നിങ്ങളുടെ ഒരു ഫോട്ടോ ഒരു ഇതുപോലെ തന്നെ ഒരു മോശമായ രീതി ഒരു പശ്ചാത്തലത്തിൽ നിങ്ങളൊരു മാധ്യമ പ്രവർത്തന നിങ്ങളൊരു പശ്ചാത്തലത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം കണ്ടാൽ നിങ്ങൾ പരാതി കൊടുക്കുമോ ഇല്ലയോ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. അല്ല, താങ്കളുടെ ചോദ്യത്തിന്റെ പ്രസക്തി എന്താ?
മാർട്ടിൻ മേനാച്ചേരി അല്ല, താങ്കൾ അല്ല, കണ്ട് ശ്വേതാമേനോൻ താങ്കൾ രാഹുൽ ഒരു അല്ല അല്ല മാർട്ടിൻ അല്ലല്ല, അല്ല ഒരു മാർട്ടിൻ second. അല്ല മാർട്ടിൻ അല്ല, രാജ്യത്ത് ശ്വേതാമേനോൻ മറ്റാർക്കും കണ്ടില്ല കാണാൻ എന്ന് കഴിയാത്ത പറഞ്ഞത് ശ്വേതാമേനോൻ രാജ്യം പറയുന്നത് നിയമം മൂലം കോൺ നിരോധിച്ച സൈറ്റിലെ ബാൻഡ് എന്റെ വെബ്സൈറ്റുകൾ വീഡിയോ താങ്കൾ കോൺ കുത്തിയിരുന്ന് സൈറ്റിലോട്ട് കാണുക, എന്നിട്ട് കുത്തിയിരുന്ന് കണ്ട് ഇത് മൊത്തം സെർച്ച് ചെയ്തെടുക്കുക, എന്നിട്ട് അവിടെ ഇവിടെ അവിടെ 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 യഥാർത്ഥ പോൺ വീഡിയോ കാണാതെ ഈ തുണ്ടും തൊടിയുള്ള ഈ സാധനം ഏതോ ഞരമ്പരോ അപ്ലോഡ് ചെയ്യുന്ന സാധനം താങ്കൾ അതുകൊണ്ട് കോടതിയിലേക്ക് പോവുക. താങ്കൾക്കാണോ പ്രശ്നം, ശ്വേതക്കാണോ പ്രശ്നം? മാപ്പൊന്നും പറയണ്ട പൊക്കോ. വൃത്തിയായിട്ടവൻ ഉമ്മ വെച്ച് നിൽക്കുന്ന ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടൂടാ. ശിവനെ ഇത് യാത് ജില്ല.